നമ്മൾ തിരിച്ചറിയണം. എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഈ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ സാധ്യമല്ല, അത് ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തോട് പറയണം, ദൈവമേ, എന്റെ യഥാർത്ഥ അവസ്ഥ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, നീ എന്നോട് കരുണ തോന്നണമേ, നീ എന്നോട് കരുണ തോന്നണമേ. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. നമ്മളെ ഈ ചീഞ്ഞു നാറിയ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഈ അശുദ്ധിയെ മുഴുവൻ അവിടുന്ന് വലിച്ചെടുക്കും. ഇതാണ് പാപക്ഷമ എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം അശുദ്ധികൾ അടിഞ്ഞുകൂടിയുണ്ടോ അതെല്ലാം അവിടുന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ ജീവചൈതന്യത്തെ അവനിലേക്ക് പകർന്നു കൊടുക്കും. അവൻ മറ്റൊരു മനുഷ്യനായി മാറും. അവന്റെ ആ വ്യക്തിക്ക് തന്നെ, അവന്റെ കുടുംബത്തിന്, സമൂഹത്തിന് വിലയുള്ളവനായി അവൻ മാറുകയാണ് ചെയ്യുന്നത്. അവനെ വിലയുള്ളവനായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ മനുഷ്യരും നഷ്ടപ്പെടുത്തി, എല്ലാവരും നഷ്ടപ്പെടുത്തി. ഒരു നീതിമാനായിട്ട് ഒരുവൻ പോലും ഇല്ല എന്ന് തിരുവചനം പറയുക. അപ്പൊ എല്ലാവരും നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ നീതിമാനായ ദൈവം ഈ മനുഷ്യവംശത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നമുക്ക് നിത്യജീവൻ വീണ്ടും നൽകുവാനായിട്ട്, നമ്മളെ നിത്യതയിലേക്ക് കടന്നു നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. സ്വർഗം പറയുകയാണ്, സ്നേഹമുള്ളവരെ, ഓരോ മനുഷ്യർ ഓരോ പാപിയോടും വിളിച്ചു പറയുകയാണ്, നിത്യത നിന്നെ മാടി വിളിക്കുന്നു, നിത്യത നിന്നെ മാടി വിളിക്കുന്നു. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ. ഇവിടെ ഒരു കുറച്ചു കാലം ജീവിച്ചേച്ച് മരിച്ച് ഈ മണ്ണിന്റെ അടിയിൽ 6 മണ്ണിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആട്ടെ അതിലേക്ക് അടക്കപ്പെടേണ്ടവരല്ല നമ്മൾ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ദൈവജനം പറയുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്.